നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞെന്നും അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെന്നും കെ ശൈലജ MLA. പേരാവൂരിൽ മത്സരിക്കാൻ അതൃപ്തിയില്ലെന്നും മട്ടന്നൂരിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് താനും തീരുമാനിച്ചിരുന്നതെന്നും ശൈലജ പറഞ്ഞു. പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകും. ഇത്ര ആധുനികമായി കേരളത്തെ വളർത്തിയെടുക്കുന്നതിൽ പിണറായിക്ക് പങ്കുണ്ട്. 10 വർഷക്കാലത്തെ മാറ്റം കേരളത്തിൽ കാണാമെന്നും അവർ പറഞ്ഞു. സുധാകരന്റേത് വ്യക്തിപരമായ തീരുമാനമാണ്. പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ. ഓരോ കാലഘട്ടത്തിലും പാർട്ടിക്ക് ഓരോ തീരുമാനമുണ്ടാകും. പാർട്ടി വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നവരല്ല ഞങ്ങൾ. എന്തെങ്കിലും തീരുമാനം വന്നാൽ പിണങ്ങിപ്പോകുന്നതല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി. ആലപ്പുഴയിൽ പാർട്ടിക്ക് ഒരു കുഴപ്പവുമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച ഉടൻ തന്നെ CPI സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കെ ശൈലജയുടെ പ്രതികരണം. അസമിലും കേരളത്തിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ ഏപ്രിൽ 29-നാണ് വോട്ടെടുപ്പ്. ഒറ്റഘട്ടമായാണ് 3 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമബംഗാൾ 2 ഘട്ടമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 23-നും രണ്ടാം ഘട്ടം ഏപ്രിൽ 29-നും നടക്കും. മെയ് 4-നായിരിക്കും 4 സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തീയതികൾ പ്രഖ്യാപിച്ചത്.